പീപ്പിൾ ഇൻവെസ്റ്റിഗേഷൻ നിയമങ്ങൾ കാറ്റിൽ പറത്തി അന്തർസംസ്ഥാന പാതയിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നു. നിലവിൽ സംസ്ഥാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾക്ക് മാത്രമാണ് അന്തർസംസ്ഥാന പാതയിൽ സർവീസ് നടത്താൻ അനുമതിയുള്ളത്. ഇത് സംബന്ധിച്ച ഉഭയകക്ഷി കരാറും സുപ്രീംകോടതി വിധിയും കാറ്റിൽ പറത്തിയാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നത്. ഉത്സവ സീസണുകളും അവധി ദിവസങ്ങളുമാണ് സ്വകാര്യ ബസ് കമ്പനികളുടെ കൊയ്ത്തുകാലം. ബാംഗ്ലൂർ, കോഴിക്കോട് സംസ്ഥാന സർക്കാരുകൾ തമ്മിലുണ്ടാക്കുന്ന ഉഭയകക്ഷി കരാറിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് സംസ്ഥാനങ്ങൾക്കകത്ത് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകൾ സർവീസ് നടത്തുന്നത്. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് സർക്കാരുകളുമായി കരാർ നിലവിലുണ്ട്. ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചും സാധാരണ യാത്രക്കാരുമായി സർവീസ് നടത്താൻ സംസ്ഥാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സുകൾക്ക് മാത്രമാണ് അനുമതിയുള്ളത്. എന്നാൽ സ്വകാര്യ ബസ്സുകൾ കോൺട്രാക്ട് കാരേജ് ലൈസൻസുകൾ എടുത്താണ് സമാന്തരമായി സർവീസ് നടത്തുന്നത്. കോൺട്രാക്ട് കാരേജ് പെർമിറ്റുകളിൽ ടിക്കറ്റ് വിൽപ്പന നടത്തി യാത്രക്കാരുമായി സർവീസ് നടത്താൻ പാടില്ലെന്നാണ് നിയമം. എന്നാൽ യാത്രക്കാർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഓൺലൈൻ സൈറ്റുകളും നഗരങ്ങളിൽ റിസർവേഷൻ സെന്ററുകളും തുറന്നുവച്ചാണ് സ്വകാര്യ ബസ് കമ്പനികൾ യാത്രക്കാരെ കണ്ടെത്തുന്നത്. KSRTE വർക്കിംഗ് പ്രസിഡന്റ് KK ദിവാകർ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ അതിനെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തരം ബസ്സുകളിൽ പരിശോധന നടത്തി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ രൂപത്തിൽ തന്നെ നടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് അടിയന്തരമായി അവസാനിപ്പിക്കണം. ഈ കൊള്ള അവസാനിപ്പിക്കാൻ കഴിയണമെങ്കിൽ ഇത്തരം റൂട്ടുകളെല്ലാം പൂർണ്ണമായും സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഏറ്റെടുക്കണം. അന്തർ സംസ്ഥാന പാതയിൽ സംസ്ഥാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകൾക്ക് മാത്രമേ സർവീസ് നടത്താവൂ എന്ന സുപ്രീംകോടതി വിധിയും നിലവിലുണ്ട്. ഈ വിധി നിലനിൽക്കെയാണ് കോൺട്രാക്ട് കാരേജ് ലൈസൻസുകളുടെ മറവിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് നടത്തുന്ന സർവീസിലൂടെ സംസ്ഥാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾക്ക് ലഭിക്കേണ്ട ഭീമമായ വരുമാനമാണ് സ്വകാര്യ ബസ് ലോബി ചോർത്തിക്കൊണ്ടുപോകുന്നത്. കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. പക്ഷേ അന്തർ സംസ്ഥാന പാത കൈയടക്കി വെച്ചിരിക്കുന്ന സ്വകാര്യ ബസ് ലോബിയെ ആര് നിയന്ത്രിക്കുമെന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ ജിബേഷിനോടൊപ്പം സിജു കണ്ണൻ. അനധികൃത സർവീസിലൂടെ സ്വകാര്യ ബസ് ലോബി അന്തർ സംസ്ഥാന പാതയിൽ നിന്ന് കൊയ്തെടുക്കുന്നത് ലക്ഷങ്ങളാണ്. നിയന്ത്രണങ്ങൾ ഒന്നുമില്ലാതെ വ്യത്യസ്ത നിരക്കുകൾ ഈടാക്കുന്ന സ്വകാര്യ ബസ് കമ്പനികൾ അക്ഷരാർത്ഥത്തിൽ യാത്രക്കാരന്റെ പോക്കറ്റ് അടിക്കുകയാണ്. ഉത്സവ സീസണുകളും അവധി ദിവസങ്ങളുമാണ് സ്വകാര്യ ബസ് കമ്പനികളുടെ കൊയ്ത്തുകാലം. ബാംഗ്ലൂർ, കോഴിക്കോട് റൂട്ടിൽ സാധാരണ ബസ് മുതൽ സ്കാനിയ ബസ് വരെ സർവീസ് നടത്തുന്ന കേരള, കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ 350 രൂപ മുതൽ പരമാവധി 1100 രൂപ വരെയാണ് ബസ് ചാർജായി ഈടാക്കുന്നത്. എന്നാൽ സ്വകാര്യ ബസ്സുകളുടെ ടിക്കറ്റ് ചാർജ് 650 രൂപ മുതൽ 2200 രൂപ വരെയാണ്. ബസ്സുകൾ പുറപ്പെടുന്ന സമയത്തിലുണ്ടാകുന്ന മാറ്റമനുസരിച്ച് വരെ ടിക്കറ്റ് നിരക്കിലും മാറ്റമുണ്ടാവും. ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ ഇവർ ചാർജ് എക്സ്ട്രാ ഈടാക്കുന്നുണ്ട്. അതായത് ഏകദേശം ഡബിൾ തന്നെ ഞങ്ങളിരുന്ന് ഈടാക്കുന്നുണ്ട്. റേറ്റ് കുറേ കൂട്ടി വരുന്നുണ്ട്. ഈ ഹോളിഡേയ്സും അതേ വീക്കെൻഡ്സും അതേപോലെ എന്തെങ്കിലും ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടെങ്കിൽ റേറ്റ് കൂടി വരുന്നുണ്ട്. ഉത്രാടത്തിന്റെ തലേന്നാൾ കോഴിക്കോട്ടേക്ക് കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സ്ലീപ്പർ ബസ്സിന് ഈടാക്കുന്നത് 839 രൂപയും കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ സ്കാനിയ ബസ്സിന് 1100 രൂപയുമാണ്. എന്നാൽ സ്വകാര്യ കമ്പനിയുടെ സെമി സ്ലീപ്പർ വോൾവോ ബസ്സിന് യാത്ര ചെയ്യണമെങ്കിൽ 2200 രൂപ നൽകണം. 2 മാസം മുമ്പ് കണ്ണൂരിലേക്ക് നോൺ സ്ലീപ്പർ AC ബസ്സിന് 500 രൂപ മുതൽ 650 രൂപ വരെയായിരുന്നു ചാർജ് ഈടാക്കിയിരുന്നതെങ്കിൽ ഓണക്കാലം എത്തിയപ്പോൾ ഇത് 1111 രൂപയായി കുത്തനെ ഉയർത്തി. കഴിഞ്ഞ ജൂൺ 15-ന് കോഴിക്കോട്ടേക്ക് സ്വകാര്യ കമ്പനിയുടെ വോൾവോ സെമി സ്ലീപ്പർ ബസ്സിന് ബാംഗ്ലൂരിൽ നിന്നുള്ള ചാർജ് 1066 രൂപയായിരുന്നത് ഓണത്തോടടുത്ത ദിവസം എത്തിയപ്പോൾ ഇരട്ടിയായി. ഈ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ സ്വകാര്യ ബസ് കമ്പനികൾ യാത്രക്കാരെ ചൂഷണം ചെയ്യുന്നതിന്റെ വ്യാപ്തി വ്യക്തമാവും. ആവശ്യത്തിന് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകളും ട്രെയിനുകളുമില്ലാത്ത തിരക്കേറിയ സമയങ്ങളിൽ സ്വകാര്യ ബസ് കമ്പനികൾ പറയുന്ന പണം നൽകി യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാണിക്കെതിരായ ബാർകോഴ കേസിൽ ബാർ ഹോട്ടൽ മാനേജ്മെന്റ് അസോസിയേഷൻ നേതാക്കളുടെ ഒളിച്ചുകളി പൊളിക്കാൻ പുതിയ കർമ്മ പദ്ധതിയുമായി വിജിലൻസ്. ബാർ ഉടമസ്ഥരുടെ യോഗത്തിലെ ശബ്ദ സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ അറിയാൻ അസോസിയേഷൻ നേതാക്കളെ ചോദ്യം ചെയ്യാൻ പുതിയ അന്വേഷണ സംഘം തീരുമാനിച്ചു. കഴിഞ്ഞ 2 പ്രാവശ്യം വിജിലൻസിന്റെ അപേക്ഷ നിരസിച്ച ഇവരെ വേണ്ടിവന്നാൽ കസ്റ്റഡിയിലെടുക്കാനും വിജിലൻസിൽ ആലോചനയുണ്ട്. ഇതടക്കം SP സുകേശന്റെ അന്വേഷണ രീതികളെ പൊളിച്ചെഴുതാനാണ് പുതിയ സംഘത്തിന്റെ തീരുമാനം. ബാർകോഴ കേസിൽ അന്വേഷണം പുതിയ സംഘത്തെ ഏൽപ്പിച്ചതിന് തൊട്ടുപിന്നാലെ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് തന്നെ നേരിട്ട് പങ്കെടുത്ത് അന്വേഷണ സംഘത്തിന്റെ യോഗം ചേർന്നിരുന്നു. പഴയ അന്വേഷണ സംഘത്തിന്റെ കർമ്മ പദ്ധതി പൂർണ്ണമായും പൊളിച്ചെഴുതിയാണ് പുതിയ സംഘം കേസിനെ സമീപിക്കുന്നത്. SP R സുകേശന്റെ നേതൃത്വത്തിലുണ്ടായ പാകപ്പിഴവുകൾ തിരുത്തുക എന്നതാണ് ഈ സംഘത്തിന്റെ പ്രധാന ദൗത്യം. സംസ്ഥാനത്തെ വിവിധ ബാർ ഉടമകളിൽ നിന്നും പണം പിരിച്ച ശേഷം KM മാണിക്ക് 3 തവണകളായി പണം കൈമാറി എന്നതാണ് പ്രധാന ആരോപണം. മൂന്നാമത്തെ കൈമാറ്റത്തിന് കൃത്യമായ ശാസ്ത്രീയ തെളിവും ദൃക്സാക്ഷിമൊഴിയും വിജിലൻസിന് കൂട്ടായുണ്ട്. എന്നാൽ മറ്റ് 2 കൈമാറ്റങ്ങൾ തെളിയിക്കണമെങ്കിൽ ബാർ ഉടമസ്ഥ സംഘടനാ നേതാക്കന്മാരുടെ മൊഴി അത്യാവശ്യമാണ്.
ഒരു തവണ മാത്രമാണ് ബാർ ഉടമസ്ഥരുടെ സംഘടനാ നേതാക്കൾ വിജിലൻസ് മുമ്പാകെ മൊഴി നൽകിയത്. ബാർ ഉടമസ്ഥരുടെ യോഗത്തിൽ വെച്ച് മാണിക്ക് കോഴ കൊടുത്തതായി സമ്മതിക്കുന്ന ബാർ ഉടമ സംഘടനാ നേതാക്കന്മാരുടെ ശബ്ദ സംഭാഷണം TV ചാനലുകൾ പുറത്തുവിട്ടിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ബാർ അസോസിയേഷൻ നേതാക്കന്മാർക്ക് 2 തവണ വിജിലൻസ് നോട്ടീസ് അയച്ചെങ്കിലും വിജിലൻസ് മുമ്പാകെ ഹാജരാവാൻ അവർ തയ്യാറായില്ല. അന്നത്തെ UDF സർക്കാരിന്റെ മൗനാനുവാദമാണ് വിജിലൻസിനെ ധിക്കരിക്കാൻ പ്രേരിപ്പിച്ചതെങ്കിൽ ഭരണം മാറിയതോടെ ബാർ ഉടമസ്ഥരും പേടിയിലാണ്. ബാർ ഉടമസ്ഥ സംഘടനാ ഭാരവാഹികളായ രാജ്കുമാർ ഉണ്ണി, പോളക്കുളം കൃഷ്ണദാസ്, MD ധനേഷ് എന്നിവർക്ക് വിജിലൻസ് കോടതി വഴി ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമൻസ് അയക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. സമൻസ് നിരസിച്ചാൽ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. മൊഴിയിൽ പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ ബാർ ഉടമസ്ഥരെ കൂട്ടുപ്രതിയാക്കണമോ എന്ന കാര്യത്തിൽ വിജിലൻസ് നിയമവൃത്തങ്ങളോട് അനൌദ്യോഗികമായ ആശയവിനിമയം നടത്തുന്നുണ്ട്. വിജിലൻസിന്റെ നീക്കം ഒരു ഭാഗം ബാർ ഉടമസ്ഥരിൽ കടുത്ത സമ്മർദ്ദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി കെ ബാബുവിനെ വിജിലൻസ് ചോദ്യം ചെയ്യും. റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിനിടെ 45 ലക്ഷം രൂപയുടെ ആഡംബര കാർ വാങ്ങാൻ ചെലവഴിച്ച പണത്തിന്റെ ഒരു പങ്ക് പ്രമുഖ അബ്കാരിയുടെ അക്കൗണ്ടിൽ നിന്നാണെന്ന് വിജിലൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചും ഉടൻ പരിശോധന നടത്തും. മകൾക്ക് വിവാഹ സമ്മാനമായി നൽകിയ ആഡംബര കാർ വാങ്ങാൻ ചെലവഴിച്ച പണത്തിന്റെ സ്രോതസ്സിനെക്കുറിച്ചാണ് പുതിയ വിവരങ്ങൾ വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത്. 45 ലക്ഷം രൂപ മുടക്കിയാണ് പോണ്ടിച്ചേരി രജിസ്ട്രേഷനിലുള്ള ബെൻസ് കാർ 2012 ജൂൺ 20 വാങ്ങിയത്. മകളുടെ ഭർത്തൃപിതാവിന്റെ പേരിൽ തൊടുപുഴ RTO ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. കാർ വാങ്ങിയത് ബാങ്ക് വായ്പ ഉപയോഗിച്ചാണെന്നായിരുന്നു ബാബുവിന്റെ വാദം. എന്നാൽ വായ്പാ തുക കഴിച്ചുള്ള 6 ലക്ഷം രൂപ ഒരു പ്രമുഖ അബ്കാരിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് നൽകിയതെന്ന വിവരമാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത്. കേരളത്തിലെമ്പാടും ബാറുകളുള്ള ഈ പ്രമുഖൻ ബാബുവിന്റെ ബിനാമി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇയാളുടെ ബാങ്ക് അക്കൗണ്ടും വിജിലൻസ് പരിശോധിക്കും. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിച്ചെടുത്ത രേഖകൾ വിജിലൻസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇത് പൂർത്തിയായാലുടൻ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കും. ബാബുവിന്റെ ബിനാമികളെന്ന് കണ്ടെത്തിയ ബാബുറാം, മോഹനൻ എന്നിവരെ ചോദ്യം ചെയ്ത ശേഷം കെ ബാബുവിനെ ചോദ്യം ചെയ്യാനാണ് വിജിലൻസിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അഴിമതി കേസിൽ അറസ്റ്റിലായ മലബാർ സിമന്റ്സ് മുൻ MD കെ പത്മകുമാർ വിജിലൻസ് കസ്റ്റഡിയിൽ. ഇന്നലെ വൈകിട്ടോടെ കേസ് അന്വേഷിക്കുന്ന പാലക്കാട് വിജിലൻസ് DYSP M സുകുമാരന്റെ നേതൃത്വത്തിൽ പത്മകുമാറിനെ ചോദ്യം ചെയ്തു തുടങ്ങി. കേസുകളുമായി ബന്ധപ്പെട്ട രേഖകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ചോദ്യാവലി അനുസരിച്ചാണ് വിശദമായ മൊഴിയെടുക്കുന്നത്. പത്മകുമാർ പ്രതിയായ മറ്റ് 3 കേസുകളിലെ വിവരങ്ങളും വിജിലൻസ് ശേഖരിക്കും. ആവശ്യമുള്ളപ്പോൾ വൈദ്യസഹായം നൽകണമെന്ന വ്യവസ്ഥയിലാണ് പത്മകുമാറിനെ വിജിലൻസിന് വിട്ടുകൊടുത്തത്. രാജ്യത്തെ ട്രെയിനുകളിൽ ഇനി തിരക്കിനനുസരിച്ച് നിരക്ക് കൂടും. 3 ട്രെയിനുകളിൽ സർജ് നിരക്ക് സംവിധാനം വെള്ളിയാഴ്ച നിലവിൽ വരും. പ്രീമിയം ട്രെയിനുകളായ ശതാബ്ദി, രാജധാനി, തുരന്തോ ട്രെയിനുകളിലാണ് ചാർജ് വെള്ളിയാഴ്ച മുതൽ ഏർപ്പെടുത്തുന്നത്. കഴിഞ്ഞ റെയിൽവേ ബജറ്റിൽ ട്രെയിൻ നിരക്ക് വിമാന നിരക്കിന്റെ മാതൃകയിൽ തിരക്കിനനുസരിച്ച് നിശ്ചയിക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നു. ഇപ്പോൾ 3 ട്രെയിനുകളിൽ നടപ്പാക്കുന്ന സംവിധാനം മറ്റ് ട്രെയിനുകളിലേക്കും വ്യാപിപ്പിക്കും. അടിസ്ഥാന നിരക്കിനൊപ്പം സപ്ലിമെന്ററി ചാർജ്, റിസർവേഷൻ ചാർജ്, സൂപ്പർഫാസ്റ്റ് ചാർജ്, കാറ്ററിംഗ് ചാർജ് എന്നീ നിരക്കുകളിലാണ് വർധന വരുത്തുക. അടിസ്ഥാന നിരക്കിൽ വർധന വരില്ലെങ്കിലും ടിക്കറ്റിനായി നൽകുന്ന തുകയിൽ വലിയ വർധനയുണ്ടാകും. ആവശ്യക്കാർ ഏറിയതോടെ ഓണവിപണിയിൽ താരമാവുകയാണ് രുചിയുടെ രാജാവായ ചെങ്ങാലിക്കോടൻ വാഴക്കുലകൾ. ഉത്സവകാലം ലക്ഷ്യമിട്ട് തൃശൂർ ജില്ലയിലെ ഒട്ടനവധി കർഷകരാണ് ചെങ്ങാലിക്കോടൻ കൃഷിയിറക്കിയത്. കാഴ്ചക്കുലകളായാണ് ഇവയിലേറെയും വിറ്റുപോകുന്നത്. വടക്കാഞ്ചേരിക്കടുത്തുള്ള ഒരു സംഘം കർഷകരുടെ മാസങ്ങൾ നീണ്ട അധ്വാനമാണ് ഓണവിപണിയിൽ എത്തുന്ന ചെങ്ങാലിക്കോടൻ വാഴക്കുലകൾ. വിളവെടുക്കുന്ന ദിവസം വരെ പ്രത്യേക പരിചരണത്തിൽ കാത്തുസൂക്ഷിക്കുന്ന കുലകൾക്ക് വിപണിയിൽ പൊന്നും വിലയാണ്. സ്വർണ്ണ നിറത്തിൽ ലക്ഷണമൊത്ത ചെങ്ങാലിക്കോടൻ രുചിയിലും ഏറെ മുമ്പിലാണ്. ഓണവിപണിക്കായി മാത്രം കൃഷിയിറക്കുന്ന ഇവയിൽ ഏറിയ പങ്കും വിറ്റുപോകുന്നത് കാഴ്ചക്കുലകളായാണ്. ചെങ്ങാലിക്കോടൻ വീട്ടിൽ വന്നല്ല ഓണമായി എന്ന് തോന്നുന്നുണ്ട്. അവൻ ആ വീട്ടിൽ വന്ന് അവിടെ കെട്ടി തൂങ്ങി കിടക്കുമ്പോഴാണ് ആ കടയും ആ ചന്തൊക്കെ പാടെ വരുമ്പോഴാണ് ഓണത്തിൻ്റെ ഒരു ഇത് വരുന്നത്. തലപ്പിള്ളി, മനക്കൊടി പ്രദേശങ്ങളാണ് ചെങ്ങാലിക്കോടൻ വിളയുന്ന പ്രധാന കേന്ദ്രങ്ങൾ. നിറവും വലിപ്പവും പൊലിമയും ഒത്തുചേർന്നാൽ എന്ത് വിലയ്ക്കും കുലകൾ സ്വന്തമാക്കാൻ വിപണിയിൽ മത്സരമാണ്. കിലോയ്ക്ക് 85 രൂപ വരെയുള്ള ചെങ്ങാലിക്കോടന് ഓണനാളുകളിൽ വില 100-നടുത്തെത്തും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾക്ക് സർക്കാർ നൽകുന്ന ഓണക്കോടി, ഓണക്കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വയനാട്ടിൽ നടക്കും. മന്ത്രി AK ബാലനാണ് ഉദ്ഘാടനം ചെയ്യുക. ഇത്തവണത്തെ ഓണം സന്തോഷത്തോടെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് പ്രതീക്ഷയോടെ ആദിവാസി സമൂഹം. ഇത്തവണത്തെ ഓണം പഴയ പോലെ ആയിരിക്കില്ല. തങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന സർക്കാരിൽ പ്രതീക്ഷയിലാണ് ആദിവാസി സമൂഹം.
സംസ്ഥാനത്തെ 1,53,825 പട്ടികവർഗ കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. പ്രാക്തന ഗോത്രവർഗ വിഭാഗങ്ങളിലെ 14,800 പേർക്ക് ഓണക്കോടിയും 12.80 കോടി രൂപയാണ് ഈ ഇനത്തിലേക്ക് സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. പ്രതീക്ഷയിലും ആഹ്ലാദത്തിലുമാണ് ഓണക്കാലത്ത് ആദിവാസി സമൂഹങ്ങൾ. ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു സഹായം ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയാൽ ഓണാഘോഷിക്കാമായിരുന്നു എന്നൊരു പ്രതീക്ഷയുണ്ട്. കൽപ്പറ്റ പുതിയ സ്റ്റാൻഡ് പരിസരത്താണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വകുപ്പുകളുടെ പദ്ധതി അവലോകന യോഗവും മന്ത്രി എ കെ ബാലൻ നടത്തുന്നുണ്ട്. ചടങ്ങിൽ ഒളിമ്പ്യൻ ടി ഗോപിയെയും അദ്ദേഹത്തിന്റെ കായികാധ്യാപിക വിജയ ടീച്ചറെയും ആദരിക്കും. ന്യൂസ് ബ്യൂറോ, വയനാട്. പച്ചക്കറി കൃഷിയിലൂടെ വിഷരഹിത വിപ്ലവം സൃഷ്ടിച്ച കൃഷിവകുപ്പ് നെല്ല് കർഷകർക്കിടയിലും ജൈവ കൃഷിക്കായുള്ള ബോധവൽക്കരണം ആരംഭിച്ചു. ഘട്ടം ഘട്ടമായി കർഷകരെ മാരക കീടനാശിനി ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതാണ് കൃഷിവകുപ്പ് ലക്ഷ്യം വയ്ക്കുന്നത്. കേരളത്തിൽ വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് വിജയിച്ചതോടെയാണ് കൃഷിവകുപ്പ് വിഷരഹിത നെൽകൃഷി എന്ന ആശയവുമായി മുന്നോട്ട് വന്നത്. ഇതിൻ്റെ ഭാഗമായി കർഷകരെ രാസകീടനാശിനികളിൽ നിന്നും ജൈവ കൃഷിയിലേക്കുള്ള പരിവർത്തനമാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കൃഷിവകുപ്പിൻ്റെ ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അബ്ദുൽ കരീം. ഘട്ടം ഘട്ടമായി മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ കുട്ടനാട്ടിലെ കർഷകർ വിഷം ഉപയോഗിച്ച് ശീലിച്ചു പോയതിനാൽ നമ്മൾ സേർട്ട് വലി പോലുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് കൊണ്ടുവന്ന പോലെ അവരെ സ്റ്റെപ്പായിട്ട് ഓരോ ഘട്ടമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് വിഷവിമുക്ത പ്രദേശമായിട്ടുള്ള നടപടികളാണ് നമ്മൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും അധികം രാസകീടനാശിനികൾ ഉപയോഗിക്കുന്നത് നെൽകർഷകരാണ്. പാലക്കാട്, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ ഇതിൻ്റെ അമിത ഉപയോഗം മൂലം കർഷകർക്ക് തന്നെ മാരകമായ രോഗങ്ങൾ പിടിപെടുന്നുവെന്ന് പഠന റിപ്പോർട്ടുകൾ തന്നെ സൂചിപ്പിക്കുന്നു. കേരളത്തിൽ നിരോധിച്ചതും നിയന്ത്രണ വിധേയമായി മാത്രം ഉപയോഗിക്കേണ്ട കീടനാശിനികളെക്കുറിച്ചുള്ള അവബോധം കർഷകർക്കും കീടനാശിനി വ്യാപാരികൾക്കും ആദ്യഘട്ടത്തിൽ കൃഷിവകുപ്പ് വിശദീകരിക്കും. പിന്നെയും ഇത് ആവർത്തിച്ചാൽ കർശന നടപടികൾ സ്വീകരിക്കും. ഭാവിയിൽ കേരളം ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടൊപ്പം വിഷരഹിത ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടുകയാണ് ലക്ഷ്യം വെക്കുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന്റെ ഔദ്യോഗിക വസതിയിൽ അപ്രതീക്ഷിതമായ ഒരു വിരുന്നുകാരനെത്തിയത് ഏവരിലും കൗതുകമുണർത്തി. വിരുന്നുകാരന് മന്ത്രിയുടെ വസതിയിൽ ഗംഭീര സ്വീകരണമാണ് ലഭിച്ചത്. അപ്രതീക്ഷിതമായാണ് വഴുതക്കാട്ടുള്ള മന്ത്രിയുടെ ഔദ്യോഗിക വസതി റോസ് ഹൗസിൽ വിരുന്നുകാരനെത്തിയത്. അത് മറ്റാരുമായിരുന്നില്ല, ഒരു വെള്ളിമൂങ്ങയായിരുന്നു. റോസ് ഹൗസിൽ എത്തിയ മൂങ്ങയ്ക്ക് മന്ത്രി റോസിമോൾ എന്ന പേരും നൽകി. റോസ് ഹൗസിൽ വന്നതായതുകൊണ്ട് റോസി എന്ന് പേരിട്ടല്ലോ. മൂങ്ങയെ കിട്ടിയ വിവരം വനം വകുപ്പിലും മൃഗശാലയിലും അറിയിച്ചു മന്ത്രിയുടെ ജീവനക്കാർ. തുടർന്ന് മന്ത്രി മൂങ്ങയെ മൃഗശാല ഡയറക്ടർ കെ ഗംഗാധരനും DFO മോഹനൻ പിള്ളയ്ക്കും കൈമാറി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഊഹാപോഹങ്ങൾക്കും കാത്തിരിപ്പുകൾക്കും ഒടുവിൽ ആപ്പിൾ ഐഫോൺ 7 സീരീസ് വിപണിയിൽ അവതരിപ്പിച്ചു. വിപ്ലവകരമായ ഒട്ടേറെ മാറ്റങ്ങളുമായാണ് ഐഫോൺ 7 പ്ലസ് മോഡലുകൾ വിപണിയിൽ എത്തിയത്. ഈ മാസം 16 മുതൽ പുതിയ ഐഫോൺ മോഡലുകൾ US, ചൈനീസ് വിപണികളിൽ ലഭ്യമായി തുടങ്ങും. അടുത്ത മാസം 7-നാണ് ഫോൺ ഇന്ത്യയിൽ എത്തുന്നത്. ബേസ് മോഡലിന് 60,000 രൂപ മുതലാണ് വില. ഇയർഫോൺ ജാക്ക് ഉണ്ടാകില്ല. ആപ്പിളിന്റെ കണക്ടിവിറ്റി സംവിധാനമായ ലൈറ്റ്നിംഗ് കണക്ടറാണ് ഫോണിലെ ഏക കണക്റ്റിംഗ് ജാക്ക്. വാട്ടർ പ്രൂഫാണ്. 4 LED ഫ്ലാഷ് ലൈറ്റ് ഫോട്ടോകൾക്ക് കൂടുതൽ മിഴിവ് നൽകും. ഒന്നര പതിറ്റാണ്ടോളം കാട്ടിൽ പ്ലാസ്റ്റിക് ഷീറ്റിന് കീഴിൽ അഭയം തേടിയ യുവതിക്ക് ഇനി ഇഴജന്തുക്കളെ ഭയക്കാതെ കിടന്നുറങ്ങാം. തൃപ്പൂണിത്തുറ ഏരൂരിലെ നല്ലവരായ നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഓമനയ്ക്ക് വീടൊരുങ്ങിയത്. വീടിന്റെ താക്കോൽദാനം ഞായറാഴ്ച M. സ്വരാജ് MLA നിർവഹിക്കും. പിതാവ് നേരത്തെ നഷ്ടമായ ഓമന അമ്മയ്ക്കും സഹോദരങ്ങൾക്കുമൊപ്പമായിരുന്നു താമസം. സഹോദരനും സഹോദരിക്കും പിറകെ അമ്മയും മരിച്ചു പിരിഞ്ഞതോടെ തീർത്തും ഒറ്റപ്പെട്ടു. ഈ കാടിനകത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയുണ്ടാക്കിയ കുടിലിലായിരുന്നു താമസം. ഗുരുദർശനം സ്വയം സഹായ സംഘത്തിന്റെ കരുണ പറ്റാത്ത കരങ്ങൾ തുണയായതോടെ ഓമനയ്ക്ക് വീടൊരുങ്ങി. എങ്ങനെ പറഞ്ഞു, ഒറ്റപ്പെട്ടൊരു ജീവിതമായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു. കഴിഞ്ഞ കാലം കിടപ്പും ജീവിതമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നപ്പോൾ വലിയ സന്തോഷം. ദിവസം ഗുളിക വലിക്കണം, കാറ്റിൻ്റെ അസുഖങ്ങളുണ്ട്, അങ്ങനെ കഴിഞ്ഞു പോകണം. 3.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സഹായ സംഘാംഗങ്ങൾ വീട് നിർമ്മിച്ചത്.
ഞങ്ങൾ സാധാരണക്കാരായ ആൾക്കാരാണ്. ഇവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ അത് അത്രയ്ക്ക് ദയനീയാവസ്ഥയിലായിരുന്നു അവർ ജീവിച്ച്. അവരുടെ ആ ഒരു കഷ്ടപ്പാട് കണ്ടപ്പോൾ തന്നെ എന്ത് ത്യാഗം സഹിച്ചാണെങ്കിലും ഞങ്ങൾക്ക് ഇത് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം ഞങ്ങൾ അവിടെ വെച്ച് തന്നെ എടുത്തു. വീടിന്റെ താക്കോൽദാനം 11-ാം തീയതി എം സ്വരാജ് MLA നിർവഹിക്കും. രഞ്ജിത്ത് രാജകുമാരിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. ഫാഷൻ ലോകത്തിലെ പ്രമുഖ ബ്രാൻഡായ വീസ്റ്റാറിന്റെ പുതിയ കോർപ്പറേറ്റ് ഓഫീസ് വി-ഗാർഡ് ചെയർമാൻ കൊച്ചൌസേഫ് ചിറ്റിലപ്പള്ളിയും വീസ്റ്റാർ മാനേജിംഗ് ഡയറക്ടർ ഷീല കൊച്ചൌസേപ്പും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കുടുംബത്തിന്റെ പിന്തുണയാണ് വീസ്റ്റാർ ആരംഭിക്കാൻ തനിക്ക് പ്രചോദനമായത് എന്നും ജീവനക്കാരാണ് വീസ്റ്റാറിന്റെ ശക്തിയെന്നും ഷീല കൊച്ചൌസേപ്പ് പറഞ്ഞു. വീസ്റ്റാറിന് ISO അംഗീകാരം ലഭിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ISO അധികൃതർ ഷീല കൊച്ചൌസേപ്പിന് കൈമാറി. വി-ഗാർഡ് ഡയറക്ടർമാരായ മിഥുൻ ചിറ്റിലപ്പള്ളി, ജോഷ്ന മിഥുൻ എന്നിവരടക്കം പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കൊച്ചി തൃക്കാക്കരയിലാണ് വീസ്റ്റാർ കോർപ്പറേറ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഗൃഹോപകരണ വിതരണ രംഗത്തെ പ്രമുഖരായ ഗോപു നന്ദിലത് ജിമാർട്ട് ലാഭവിഹിതത്തിൽ 3/4 പങ്കും ഓഫറുകളായി നൽകുമെന്ന് നന്ദിലത് ജിമാർട്ട് ചെയർമാൻ ഗോപു നന്ദിലത്ത് അറിയിച്ചു. ജാക്ക്പോട്ട് ഓഫറിലൂടെ ബെൻസ് കാറും 6 ഡാറ്റ്സൺ കാറുകളുമാണ് ഇക്കുറി നന്ദിലത് ജിമാർട്ട് നറുക്കെടുപ്പിലൂടെ നൽകുന്നത്. ഈ ജിമാർട്ട് ജാക്ക്പോട്ട് ഓഫറിലൂടെ കസ്റ്റമേഴ്സ് നറുക്കെടുപ്പിലൂടെ ഒരു ബെൻസ് കാറും കൂടാതെ 6 ഡാറ്റ്സൺ കാറുകളും ഞങ്ങൾ സമ്മാനമായി നൽകുന്നു.